എടോ, ഈ പറയുന്ന പുസ്തകക്കട നിങ്ങളുടെ ആണെന്ന് തെളിയിക്കുന്ന ഒരു ആധാരം കൊണ്ടുവരാൻ പറഞ്ഞിരുന്നേ. അത് കൊണ്ടുവന്നോ? ഉണ്ട് സർ. കാളവണ്ടികളെ നേരെ നാമത്തേറെ വണ്ടി റിക്കവറോ? എന്ത് റിക്കവർ? ആള് വളരെ കാമൻ ക്വയറ്റായിരുന്നു. ആരോടും അങ്ങനെ വഴക്കില്ല, ഉപദ്രവമില്ല. പിന്നെ രാത്രികളിൽ ഉറക്കെ പാടും. പുള്ളി ഇളയരാജയുടെ വലിയ ഫാനാ. ചോദിച്ചാ പറയും നമുക്ക് കേൾക്കാനാണ്. അയാളെന്താ ജോസഫ് അങ്ങനെ പറഞ്ഞേ? താനെന്ന് പോയി ചോദിച്ചേ. രവീന്ദ്രൻ ഈ സ്കൂളിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? കിട്ടാത്തവർക്ക് അടുത്ത ഒരു സാധനങ്ങൾ വരുമ്പോ തരും. പൊളിറ്റിക്കൽ തടയണമെന്ന് ആവശ്യപ്പെടുന്ന പരാതിയാണ്. ആദ്യം ഇത് പരിശോധിക്കട്ടെ. സ്ഥലം തന്റേതാണെന്ന് ബോധ്യപ്പെട്ടിട്ട് ഞങ്ങൾ ഈ പരാതി സ്വീകരിച്ചു. ഇവിടെ ജാബുവന്റെ കാലത്തെ കടയില് ആയിഷ ഫാത്തിമയുടെ എൻട്രി ഫുട്ടേജ് ഒന്ന് പ്ലേ ചെയ്തേ. ഈ കുട്ടിയും വീട്ടുകാരെയൊക്കെ നേരത്തെ അറിയാമല്ലോ. നന്നായിട്ട് അറിയാം. DIG ഓനെന്ന് വാച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ജോസഫ് സാർ എന്നെയും വിളിച്ചിരുന്നു. സ്കൂൾ ഏരിയയിലാണ് അവന്റെ മെയിൻ സപ്ലൈ. കല്യാണമൊക്കെ ഉറപ്പിച്ചു. ശരി, പൊയ്ക്കോ. ഞാൻ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ നോക്കിയിട്ട് വിളിക്കാം. ഇനി ബാക്കിയുള്ളവന്മാരും കൂടെ ഇത് പിടിച്ച് തൂങ്ങാൻ തുടങ്ങും. ആ ഡോക്യുമെന്റ് നിന്റെ കയ്യിലില്ലേ? ഒരു കാര്യം ചെയ്യും, ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോ അത് നിന്റെ വീട്ടിലേക്ക് എടുത്തോ. നിന്റെ അടുപ്പിലിട്ട് 96 വർഷം പഴക്കമുള്ള പാരന്റ് ഡോക്യുമെന്റ് അല്ലേ, അത് അയാളുടെ കടയാണെന്ന് ആ വയസ്സിനെ എങ്ങനെ തെളിയിക്കുമെന്ന് നമുക്ക് നോക്കാം. ശരി സർ. 7 വർഷമായിട്ടും ലീവ് കിട്ടാത്ത ജോലിയോ? ഗൾഫിലോ? അതെന്താ? എന്താ കംപ്ലൈന്റ്? ഞാനോ? വെറുതെ തോന്നിയ പറഞ്ഞാലുണ്ടല്ലോ അടിച്ചതിന്റെ. ഇയാള് ചുമ്മാ പിച്ചും പേയും പറയാണ്. വെറുതെ മെനക്കെടുത്താണ്ട് പിടിച്ചോണ്ട് പോയേ. ഡോക്യുമെന്റ്സോ? എന്ത് ഡോക്യുമെന്റ്സ്? ഞാൻ ഇയാളെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. പൊട്ടിക്കോ. സാമൂതിരി കൊടുത്തേച്ച നെല്ലും പണമൊക്കെ തീർന്നു. രവീന്ദ്രൻ പറയട്ടെ. സർ, ഇയാൾ വെറുതെ പറയാണ് സർ. എടോ, ഞാൻ കണ്ടതാണ് ഇയാൾ ഇദ്ദേഹത്തിന്റെ ആധാരം എടുത്തു വെക്കണം. അതാ വലിപ്പിലുണ്ട്, എടുത്തു കൊടുക്കണോ? സാർ ഇവിടെ പുതിയതാണ്. കാര്യം അറിയാതെ സാർ ബേളം വെക്കരുത്. അപ്പൊക്കുട്ടി സാർ വന്നാ പേടിപ്പിക്കണം. ആരോ എന്നാൽ ഞാൻ നോക്കിക്കോളാം. എടുത്തു കൊടുക്കുന്നുണ്ടോ ഇല്ല? സാറേ, നമ്മുടെ പുതിയ ചെക്കനില്ലേ, അവൻ ഇവിടെ വെച്ചോണ്ടിരിക്കുന്ന അത്ര നല്ലതല്ല. പുത്തരച്ച് പുരപ്പുറം തോക്കുന്ന കേട്ടിട്ടില്ലേ? ആദ്യമായിട്ട് കാക്കിയിടുമ്പോ ഇത്തിരി ചൊറിച്ചിലുണ്ടാവും. അതല്ല സാറേ, എല്ലാത്തിലും കയറി ഇടപെടും. നമ്മുടെ ഇവിടുത്തെ ചില ഇടപാടൊക്കെ അവൻ അത്രയ്ക്ക് അങ്ങ് പിടിക്കുന്നില്ല. കൂട്ടത്തിൽ കൂട്ടാന്ന് വിചാരിച്ചാൽ അടുക്കൊന്നുമില്ല സാറേ. ഭയങ്കര ശല്യാണല്ലേ? അതെ സാറേ. ഒരു കാര്യം ചെയ്യും, ഞാൻ വിളിക്കുന്നുണ്ട് പറയാം. ശരി സാർ. അങ്ങനെ പോകാനൊന്നും പറ്റൂല. സ്കൂൾ ക്ലോസ് ചെയ്തിട്ട് ഇപ്പൊ ദിവസങ്ങളായി. നിലവിലുള്ള ഇഷ്യൂ അവസാനിച്ച സ്ഥിതിക്ക് നൗ മാനേജർ, യു കാൻ റീഓപ്പൺ ദി സ്കൂൾ. ഇപ്പോ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ആണ് ഇമ്പോർട്ടൻസ്. ഗവൺമെന്റിന് അത് മാത്രമാണ് മാറ്റർ. ഒരൊറ്റ ദിവസം അവൻ നേരത്തെ കാലത്തും പണിക്ക് വരില്ല. ഓരോ ദിവസം ഓരോ എക്സ്ക്യൂസാ. ഇന്നെന്താടാ നിന്റെ അപ്പൻ കളത്തി ചാടി? ഇനി മേലാൽ എന്റെ കൺമുന്നിൽ രാവിലെ തൊട്ടിയും ചുരുവാക്കി നിന്നാൽ അന്ന് നിന്നെ ഞാൻ ഇവിടെ പറഞ്ഞോളൂ, കേട്ടോടാ. പ്രോസിക്യൂട്ടറുടെയും ഡിഫൻഡറുടെയും അഭ്യർത്ഥന മാനിച്ച് പ്രതികളെ 14 ദിവസം റിമാൻഡ് ചെയ്യാൻ ഈ കോടതി തീരുമാനിച്ചിരിക്കുന്നു. മിസ്റ്റർ പ്രോസിക്യൂട്ടർ, ഡു യു ഹാവ് എനിത്തിങ് ടു ആസ്ക്? ഫെബ്രുവരി 7 വൈകുന്നേരം 5:12 സംഭവം നടന്നിരിക്കുന്നത്. ഇത് രണ്ടാമത്തെ അറ്റാക്കാണ്. ഫസ്റ്റ് അറ്റാക്ക് വന്നിട്ട് 3 മാസം പോലും ആയിട്ടില്ല. പ്രതികളുടെ മാത്രമല്ല, വേണമെങ്കിൽ നിന്റെ മോന്തായി കാണിക്കുന്നേ. പാറയെടുപ്പിന് താഴെയുള്ള ഗുഹകളിൽ ബോഡി കുടുങ്ങിയാൽ കിട്ടാൻ പ്രയാസമാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഏതായാലും സാധനമെല്ലാം കെട്ടിപ്പെരുക്കി താൻ വേഗം സ്ഥലം വിട്. എന്റെ ലോട്ടിലെ താമസം മതി. മറ്റെല്ലാ ലോട്ടിലും ഞാൻ വിളിച്ച് പറഞ്ഞേക്കാൻ തനിക്ക് റൂം തരരുത്. 20 കോടി താനേ ഞാൻ പാതിக்கிறேன். നോ പ്രോബ്ലം. ഡോക്യുമെന്റ്സാ അതെല്ലാം ഞാൻ സെർ പണിக்கிறேன்.
എന്ത് പറ്റി? ആക്സിഡന്റ്. അങ്ങോട്ട് കിടത്തി. അല്ല, സ്ലിപ്പായതാ. ഡോക്ടർ, ബ്ലഡ് വേണ്ടി വരും ഡോക്ടർ. താനൊന്ന് പുറത്തേക്ക് നിന്നേ. സിറ്റുവേഷൻസ് ക്രിട്ടിക്കലാണ്. ന്യൂസ് കവറേജിനോ മറ്റൊന്നിനോ അനുമതിയില്ല. കമ്മീഷണറുടെ പ്രത്യേക ഓർഡറാണ്. അയ്യേ ഞങ്ങൾ വിചാരിച്ചു ഇനി വല്ല പ്ലീസ് പ്രൊസീഡ്. ഇങ്ങനെ ഒരു ചുറ്റുപാടായോണ്ട് പറയുക, ഈ ജയരാമനും ദേവയാനും തമ്മിൽ എന്തൊക്കെ തരികിടയുണ്ട്. അത് ഫ്ലാറ്റിലേക്ക് പാട്ടാ. അത് ശരിയാ. ഇതുവരെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കിയാൽ നമുക്ക് കേരളത്തിന് പുറത്തേക്കുള്ള അന്വേഷണം തൽക്കാലം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ വൈഫിന്റെ പേരിൽ അപേക്ഷിച്ച ലോൺ പാസ്സായിട്ടുണ്ട്. 5 ലക്ഷം തരാനുള്ള 900 രൂപ ഇന്ന് തന്നെ വീട്ടിൽ വന്ന് വാങ്ങിച്ചോളാൻ പറഞ്ഞു. 5 കോടി രൂപയുടെ ലോട്ടറി കിട്ടിയതും അയാൾ എന്നോട് പറഞ്ഞു. ആദ്യത്തത് മൈൽഡായിരുന്നു, ഇതങ്ങനെയല്ല. സർ യെസ്, ഈ ഫയൽ ഒപ്പിട്ടിട്ടില്ല. അയ്യോ ഞാനത് മറന്നു. ധർമ്മരാജൻ മാസ്റ്റർ അവനത്തിന് വേണമെന്ന് പറഞ്ഞപ്പോ ആദ്യത്തിന് അവനെ മാറ്റണ്ടെന്ന് പറഞ്ഞു. ഷടാ, ഇത് ഡിസ്കോത്തേക്കല്ല, കോർട്ടാണ്. എന്നിട്ട് താനിവരെ കൈക്കേറി പിടിച്ചു അല്ലേ? ഞാൻ പോയി പ്രേമിന്റെ കാല് പിടിച്ചിട്ടാണെങ്കിലും തിരിച്ചു കൊണ്ടുവരാം സാർ. കുഴപ്പമില്ല സാർ, കാലിൽ ചെറിയൊരു പരിക്കുണ്ട്. 3 പേരും 3 വഴിക്കാ ഓടിയത്. ഉൾക്കാട്ടിലേക്ക് ഓടിയെന്നാണ് പറഞ്ഞത്. സാറിന് എസ്കോട്ടില്ലേ? അവിടുത്തെ പോലീസ് സ്റ്റേഷൻ വിരോധിച്ചു. ഇല്ല. എന്നോട് ആരാണ് അഭിപ്രായം ചോദിച്ചത്? കൈകളുടെ കാശേ അങ്ങനെ കളയാൻ പറ്റില്ല. നീ പോയി പണി നോക്കടാ. സാർ, മർഡർ നടന്നത് 16 സീരിയ എടുത്തില്ല ഫ്ലാറ്റ്. കേസ് നമ്പർ 300/2004 DNA ഫിംഗർ പ്രിന്റ് എക്സാമിനേഷന്റെ റിസൾട്ട് നെഗറ്റീവ് ആണെന്ന്